എന്തെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാമായിരുന്നല്ലോ. ഇപ്പോഴും അന്വേഷിക്കുന്നതിന് യാതൊരു തടസ്സമില്ലല്ലോ. അതുകൊണ്ട് കോർപ്പറേഷന്റെ അഴിമതി പറയുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അനന്തപുരം ബാങ്ക് വെച്ച് ചെക്ക് വയ്ക്കാൻ നോക്കണ്ട. കോർപ്പറേഷനിൽ ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ മറുപടി പറയും. BJP 2015 25 സീറ്റിൽ കൂടുതൽ പിടിച്ചാൽ എനിക്കൊരു സ്വർണ്ണ മോതിരം വാങ്ങി തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് ഞങ്ങൾക്ക് 35 സീറ്റ് കിട്ടി. ഞാൻ അതുപോലെ ഒന്നും പറയുന്നില്ല. സുലഭ ടോയ്ലറ്റ് 15-20 വർഷം മുമ്പ് ഇവിടെ വന്ന പദ്ധതിയാണ്. പാളയത്തും നമ്മുടെ പുത്തരിക്കണ്ടം കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊക്കെ സുലഭ ടോയ്ലറ്റ് ഉണ്ട്, തമ്പാനൂരും ഉണ്ട്. ഇത് 15-20 വർഷം മുൻപ് തന്നെ നിർമ്മിച്ചതാണ്. എന്നാൽ ഇപ്പോ പാളയത്തും പുത്തരിക്കണ്ടത്ത് ചെന്ന് കഴിഞ്ഞാൽ സുലഭ ടോയ്ലറ്റിന്റെ മുൻപിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് എന്ന്. അതായത് സ്മാർട്ട് സിറ്റി വന്നത് 2017-ലാണ്. 15 വർഷം മുമ്പ് വന്ന പദ്ധതിയില് ഒന്ന് പെയിന്റ് ചെയ്ത് തറയിലുള്ള കുറച്ച് ടൈല് വേറെ ടൈൽ ഇട്ടിട്ട് 1.5 കോടി രൂപയാണ്. ഈ അഴിമതി ഭരണത്തെ മാറ്റുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. കഴിഞ്ഞ 11 വർഷമായിട്ട് ഈ രാജ്യത്ത് 5 പൈസയുടെ അഴിമതി നടത്താതെ അന്തസ്സുറ്റൊരു ഭരണം നടത്തുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ് തിരുവനന്തപുരത്ത് പറയുന്നത് ഈ അഴിമതി ഭരണകൂടത്തെ മാറ്റും, മാറാത്തത് മാറ്റുമെന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് നടപ്പാക്കുന്ന ഒരു വലിയ മുന്നേറ്റമായിട്ട് മാറും ഈ അഴിമതിക്കെതിരായിട്ടുള്ള മുന്നേറ്റം. ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അതായത് ഈ ഇലക്ട്രിക് ഓട്ടോയുടെ കാര്യം പറഞ്ഞല്ലോ. പലപ്പോഴും കോർപ്പറേഷൻ ചെയ്യുന്നത് CPM-ന്റെ നേതാക്കന്മാർ തലപ്പത്തിരിക്കുന്ന ചില പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയിലാകുമ്പോൾ കോർപ്പറേഷനിൽ നിന്ന് വിവിധ പദ്ധതികൾക്ക് പൈസ കൊടുക്കും. അപ്പൊ കരമന ഹരി KALന്റെ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡിന്റെ ചെയർമാൻ ആയിരുന്ന സമയത്താണ് ഈ ഓട്ടോകൾ വാങ്ങിച്ചിട്ടുള്ളത്. കോർപ്പറേഷനിൽ നിന്ന് ഹ്യൂജ് ഫണ്ട് അവിടെ കൊടുത്തു. 2020 ഞാൻ കൗൺസിലർ ആയതിനു പൂജപ്പുര ചെന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടുണ്ടോന്ന് അറിയില്ല, പൂജപ്പുര സരസ്വതി മണ്ഡപത്തിനകത്ത് ഈ സുരേഷ് ജി പറഞ്ഞ ഒരു ഓട്ടോ കിടക്കുകയായിരുന്നു. ഹരിതകർമ്മ സേനക്കാരാണ് ആ ഓട്ടോ ഉപയോഗിക്കുന്നത്. ഗുഡ്സ് ആണ്, ചെറിയ ഓട്ടോ, ഇലക്ട്രിക് ഓട്ടോയാണ്. ഹരിതകർമ്മ സേനക്കാരുടെ മീറ്റിംഗ് വിളിച്ചിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഈ ഓട്ടോ കൊണ്ടുവന്നതിന് ശേഷം ഇതുവരെ ഓടിയിട്ടില്ല, ഇത് ചാർജ് ചെയ്താൽ ചാർജ് നിൽക്കില്ല, ഞങ്ങൾ കൊണ്ടുപോയ വഴിയിലാവും. അപ്പൊ ഞാൻ അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഈ ഓട്ടോ ഒന്നുകിൽ ഇവിടെ നിന്നെടുത്ത് മാറ്റണം, അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത് തിരിച്ചുകൊണ്ട് വരണം. പിറ്റേ ദിവസം രാവിലെ ചേട്ടൻ ഇന്ന് വരെ ഞാൻ ആ ഓട്ടോ കണ്ടിട്ടില്ല, അത് ഓടിയിട്ടുമില്ല, അത് എവിടെ പോയെന്നും അറിയില്ല. ഇങ്ങനെയാണ് മുഴുവൻ ഓട്ടോ. ഇത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, പൂജപ്പുര അന്വേഷിച്ചാൽ അറിയാം. 2020 ചെന്ന് ഞാൻ ആദ്യം ഇടപെട്ടതാണ്. പക്ഷെ പിന്നെ ഞാൻ സമരം ചെയ്യുമെന്നൊക്കെ അറിഞ്ഞിട്ട് ആ ഓട്ടോ ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെയാണ് ആ പൈസ പോയത്. മറ്റൊന്ന്, നിങ്ങൾ അന്വേഷിക്കേണ്ട, വരാൻ പോകുന്ന ദിവസങ്ങളിൽ അന്വേഷിച്ചാൽ പുറത്തു വരും, സുലഭ ടോയ്ലറ്റ് 15-20 വർഷം മുമ്പ് ഇവിടെ വന്ന പദ്ധതിയാണ്. പാളയത്തും നമ്മുടെ പുത്തരിക്കണ്ടം കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊക്കെ സുലഭ ടോയ്ലറ്റ് ഉണ്ട്, തമ്പാനൂരും ഉണ്ട്. ഇത് 15-20 വർഷം മുൻപ് തന്നെ നിർമ്മിച്ചതാണ്. എന്നാൽ ഇപ്പോ പാളയത്തും പുത്തരിക്കണ്ടത്ത് ചെന്ന് കഴിഞ്ഞാൽ സുലഭ ടോയ്ലറ്റിന്റെ മുൻപിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് എന്ന്. അതായത് സ്മാർട്ട് സിറ്റി വന്നത് 2017-ലാണ്. 15 വർഷം മുമ്പ് വന്ന പദ്ധതിയിൽ ഒന്ന് പെയിന്റ് ചെയ്ത് തറയിലുള്ള കുറച്ച് ടൈല് വേറെ ടൈൽ ഇട്ടിട്ട് 1.5 കോടി രൂപയാണ് ഈ 15 വർഷം മുമ്പ് നിർമ്മിച്ചതിന് 7 വർഷം മുൻപ് വന്നൊരു പദ്ധതിയുടെ പേരിൽ ബോർഡ് വെച്ചിട്ട് അതിൽ നിന്നും പൈസ വക മാറ്റിയിട്ടുണ്ട്. ഒരു 5 ലക്ഷം രൂപ പെയിന്റും ചെയ്ത് താഴത്തെ ടൈലും ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അന്വേഷിച്ചാൽ സുലഭിന്റെ പ്രോജക്റ്റിൽ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് എന്ന് ഇപ്പൊ വീണ്ടും ബോർഡ് വെച്ചിട്ട് 1.5 കോടി രൂപയാണ് അതിൽ വക മാറ്റിയിട്ടുള്ളത്. മറ്റൊന്ന്, ഇവിടെ ഇപ്പോ ഇലക്ട്രിക് ബസ് കൊടുത്തിരിക്കുന്നത് കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് നമ്മുടെ നഗരത്തെ എത്തിക്കാൻ വേണ്ടി. അതായത് ഇന്ന് ഡൽഹിയൊക്കെ ഫേസ് ചെയ്യുന്ന പ്രശ്നം തിരുവനന്തപുരത്ത് ഉണ്ടാകരുന്നുള്ള ഉദ്ദേശത്തോടുകൂടി കൊടുത്താണ് ഇലക്ട്രിക് ബസ്. പല MLA-മാരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം ഓടേണ്ട ഇലക്ട്രിക് ബസ് ഓടുന്ന ഇടുക്കി, ആറ്റിങ്ങൽ, കട്ടപ്പന, കൊല്ലം ഭാഗത്താണ്. ഒടുവിൽ എല്ലാ ഇലക്ട്രിക് ബസ്സും ഇടുക്കിയിലേക്കാണ് കിടക്കുന്നത്. തിരുവനന്തപുരത്ത് ഓടേണ്ട ബസ് ഓരോ MLA-മാരും കോർപ്പറേഷന്റെ പിടിപ്പുകേടാണ്. പിന്നെ ഞങ്ങൾ സമരം ചെയ്യുന്ന ഒരു ഘട്ടമായപ്പോഴാണ് കുറെ ബസ് തിരിച്ചു വന്നത്. ഇപ്പോഴും ആറ്റിങ്ങലൊക്കെ പോകുന്നുണ്ട്. വേറൊന്ന്, ഇവിടെ ഇപ്പോ നമ്മൾ ഇന്നലെ ചോദിച്ചൊരു ചോദ്യം CPM അതിന് മറുപടി പറഞ്ഞിട്ടില്ല. 450 ടൺ വേസ്റ്റ് ഉത്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് കാണിച്ചു തരണം അവര്. ഇത്രയും പണം മുടക്കിയല്ലോ. 450 ടൺ വേസ്റ്റ് ഈ സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഫ്രീസറിൽ വെക്കാൻ പറ്റില്ലല്ലോ, പാർട്ടി ഓഫീസിലോ എങ്ങും വെക്കാൻ പറ്റില്ല. ഇത് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യണ്ടേ? അത് അവരുടെ ചോദിച്ചാൽ പറയും പിഗ് ഫാം എന്നാണ്. പക്ഷെ ഡിസ്പോസ് ചെയ്യുന്ന ഒരു സ്ഥലം ആളിവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയാം, ജസ്റ്റിനെ പോയി കണ്ടെത്തി. മനോരമയുടെ ജസ്റ്റിന് ഈ വേസ്റ്റ് എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം ഇരിക്കുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പോയി കണ്ടെത്തി എവിടെയാണ്? തമിഴ്നാട്ടിലെ തടാകത്തിൽ കൊണ്ട് ഇതിനെ ഡംപ് ചെയ്യുന്നത് ജസ്റ്റിനെ പോയി അവിടെ നിന്ന് വീഡിയോ എടുത്ത് എയർ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ നമ്മളെല്ലാവരും കണ്ടതാണ്.
അതുപോലെ ഇവിടെ ചെയ്യുന്നത് ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ഹോസ്പിറ്റലിന്റെ ഹോട്ടലിന്റെ ബില്ല് ഉൾപ്പെടെ അദ്ദേഹം അവിടെ കണ്ടെത്തിയത് അദ്ദേഹം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. പിന്നെ ഇവിടെ ടി വി പ്രസാദ് 2 കറപ്ഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന്, മുട്ടത്തർ രാജേന്ദ്രൻ പ്രസാദിന്റെ കയ്യിൽ നിന്ന് 5000 രൂപ കക്കൂരിയിൽ അഡ്വാൻസ് വാങ്ങിച്ചു. 2, രാഖി രവികുമാറിന്റെ വാർഡിലെ റോഡ് ടാർ ചെയ്തതിന്റെ പിറ്റേ ദിവസം രാവിലെ മുതൽ തന്നെ ചെയ്ത ടാറിന്റെ മുകളിലുള്ള മെറ്റൽ ഇളകി പോകുന്നുണ്ട്. ഇത് തൂത്തുവാരാൻ വേണ്ടി എല്ലാ ദിവസവും 6 മണിക്ക് ഒരു പണിക്കാരൻ വരും. ഇത് പ്രസാദ് കണ്ടെത്തി. NK ഷിജു ഏഷ്യാനെറ്റ് അദ്ദേഹം കണ്ടെത്തി CCTV ക്യാമറ വച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ സ്മാർട്ട് സിറ്റി അധികൃതർക്ക് നോട്ടീസ് കൊടുത്തു. ഈ ക്യാമറ 30% പോലും ക്ലാരിറ്റി ഇല്ല എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സ്മാർട്ട് സിറ്റി അധികൃതർക്ക് നോട്ടീസ് കൊടുത്തതിന്റെ വാർത്ത NK ഷിജു ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞ വിമൻസ് കോളേജ് വെയിറ്റിംഗ് ഷെഡിന്റെ വാർത്ത ചെയ്തത് അനു ബാലേന്ദ്രനാണ്. ഞാൻ ഇത്രയും പേരെടുത്ത് പറഞ്ഞ മാധ്യമപ്രവർത്തകർക്ക് തന്നെ ഈ കറപ്ഷൻ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോ പിന്നെ ഇന്നലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ജോയി പത്രസമ്മേളനം നടത്തിയിട്ട് BJP-യുടെ VV രാജേഷ് കൊടുങ്ങാനൂരിൽ ജയിക്കില്ല എന്ന് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അത് CPM-ന്റെ സ്ഥാനാർത്ഥിയെ ബലിയാടാക്കാനുള്ള ഒരു ആലോചനയുടെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്ഥാനാർത്ഥി ഇപ്പൊ തന്നെ വിഡ്രോ ചെയ്യാൻ പറയണം. ആ പാവത്തിന് 2 ദിവസം കൂടെ വെറുതെ വീലൊലി ചെയ്യേണ്ട ആവശ്യമില്ല. പല വാർഡുകളിലും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഒന്നും നടക്കില്ല. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, ജോയിയെക്കാളും തലമുതിർന്ന CPM നേതാവാണ് ശ്രീ V ശിവൻകുട്ടി. അദ്ദേഹം 2015 അന്നത്തെ റിപ്പോർട്ടർ ചാനലിൽ നികേഷ് കുമാറും ആങ്കർ ചെയ്ത ഒരു ചർച്ചയിൽ ശിവൻകുട്ടി ഞാനും കൂടി, അന്ന് അദ്ദേഹം MLA ആയിരുന്നാണ് ഞാൻ തോന്നുന്നു, ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ ചർച്ച ഉണ്ടായിരുന്നു. അതിൽ എന്നോട് അന്ന് അദ്ദേഹം പറഞ്ഞത് BJP 2015 25 സീറ്റിൽ കൂടുതൽ പിടിച്ചാൽ എനിക്കൊരു സ്വർണ്ണ മോതിരം വാങ്ങി തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് ഞങ്ങൾക്ക് 35 സീറ്റ് കിട്ടി. ഞാൻ അതുപോലെ ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് അനാവശ്യമായുള്ള വെല്ലുവിളികളൊന്നും വേണ്ട. CPM കോൺഗ്രസിന് ചില വാർഡുകൾ വോട്ട് പറിക്കാനുള്ള ഒരു ആലോചന നടക്കുന്നുണ്ട്. അതിനെ ജനങ്ങൾ തരണം ചെയ്യും. ഞങ്ങള് ഈ രേഖകൾ പത്രക്കാർക്ക് ബോധ്യപ്പെടുത്താം. ഇവിടെ ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൽ ഈ രേഖകൾ മുഴുവൻ ലഭ്യമാണ്. ഏത് മാധ്യമ പ്രവർത്തകർക്കും ഇത് വന്ന് പരിശോധിക്കാവുന്നതാണ്. ആർക്കും പൊതുസമൂഹത്തിനും പരിശോധിക്കാം. ഇപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ഇവിടെ കോർപ്പറേഷന്റെ ഭാഗമാണ്. കോർപ്പറേഷൻ അതെ ബാങ്കിന്റെ അല്ലല്ല ഞാൻ പറയാം. അനന്തപുരം ബാങ്ക് നമുക്കൊക്കെ അറിയാം, വർഷങ്ങളായി അനന്തപുരം ബാങ്ക് വളരെ നല്ല രീതിയിൽ കേരളത്തിലുള്ള ഏറ്റവും തലയെടുപ്പോടുകൂടി സുതാര്യമായി നടക്കുന്ന ഒരു ബാങ്ക് തന്നെയാണ്. CPM-ന്റെ കയ്യിലാണല്ലോ അധികാരമൊക്കെ ആണല്ലോ. അനന്തപുരം ബാങ്കിൽ 100 കണക്കിന് 1000 ആൾക്കാർ വളരെ വിശ്വസ്തയോട് പെരുമാറുന്ന സ്ഥാപനമാണ്. കോർപ്പറേഷന്റെ അഴിമതി പറയുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അനന്തപുരം ബാങ്ക് കൊണ്ടുവരണ്ട. അനന്തപുരം ബാങ്ക് അധികാരമല്ലേ ഇരിക്കുന്നത്. അങ്ങനെ ചെയ്ത അല്ല ഞാൻ പറഞ്ഞത്, എന്റെ പോയിന്റ്, അനന്തപുരം ബാങ്ക് വർഷങ്ങളായി വളരെ നന്നായിട്ട് നടക്കുന്ന ഒരു ബാങ്കാണ്. സഹകരണ മേഖല ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്. അനന്തപുരം ബാങ്കിൽ കൃത്യമായിട്ട് നിയമപരമായ, ഇല്ലെങ്കിൽ എത്രയോ തവണ CPM ഭരിച്ചു. അനന്തപുരം ബാങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാമായിരുന്നല്ലോ. ഇപ്പോഴും അന്വേഷിക്കുന്നതിൽ യാതൊരു തടസ്സമില്ലല്ലോ. അതുകൊണ്ട് കോർപ്പറേഷന്റെ അഴിമതി പറയുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അനന്തപുരം ബാങ്ക് വെച്ച് ചെക്ക് വയ്ക്കാൻ നോക്കണ്ട. കോർപ്പറേഷനിൽ ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ മറുപടി പറയും.